ഹായ് പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളുടെ വയനാട്ടിൽ ചുള്ളിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കലാകാരനുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. ഇദ്ദേഹം ഈർക്കിലി കൊണ്ട് വീടുകൾ ഉണ്ടാക്കുക, മീൻസ് അതിൻ്റെ വീടിൻ്റെ ചെറിയ രൂപങ്ങൾ കേട്ടോ. ഒത്തിരി വീടുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഞാൻ അവിചാരിതമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അന്നേരമാണ് ഞാനിത് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 15-20 വർഷം മുൻപ് ഞാനൊരു ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതേപോലെ ഒരു വീടുണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്കൊരു ഒരു ഓർമ്മയുണ്ട്. അദ്ദേഹം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. ഓരോ വീടുകളുടെ മാതൃകയിൽ ഈർക്കിലി കൊണ്ട് വീടുണ്ടാക്കുന്നത്. അതുമാത്രമല്ല, വീട് നല്ല സ്ട്രോങ് ഉള്ള വീടുകളാണ് കേട്ടോ. അത് ചെതൽ പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വളരെ ടൈം എടുത്ത് അതിന് നല്ല എഫേർട്ടാണ് എടുത്തുണ്ടാക്കുന്ന വീടുകളാട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ, ദൈവം ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ കഴിവുകൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തി പോകും കേട്ടോ. ഇത് വയനാട്ടിൽ ചുള്ളിയോട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ഈ ഗ്രാമത്തിലാണ് ഇതുള്ളത്. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ ഇതെല്ലാം പറഞ്ഞു തരും കേട്ടോ. ഇതൊരു കേരള തനിമയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അതേപോലെ ഇതും ഒരു കേരള നാലുകെട്ട് സ്റ്റൈലിലുള്ള ഒരു വീട് കൂടിയാണ്. അങ്ങനെ ഒത്തിരി വീടുകൾ. അതേപോലെ വേറെ ഒരു ഇംഗ്ലീഷ് കൊട്ടാരം ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഇതിനകത്ത് ഒരു ഇംഗ്ലീഷുകാരുടെ സ്റ്റൈലിലുള്ള ഒരു വീട്, അതൊരു കൊട്ടാരമാണ്. അതേപോലെ ചെറിയ വീടുകൾ, വലിയ വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അദ്ദേഹം ഒത്തിരി വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ഒരു താജ്മഹൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും അതിൻ്റെ വർക്കുകൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ വീടൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് നോക്ക്. ഇതുപോലെ നിങ്ങളുടെ വീടിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പറാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വിളിച്ചാൽ മതി. നോക്ക് എന്ത് ഭംഗിയുള്ള താജ്മഹലാലേ. അതോ വളരെ ക്ലിയറായിട്ട് അവരിത് ചെയ്തു വെച്ചു. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ.